എതിർക്കുകയാണ്. ബഹുമാനായ ധനകാര്യമന്ത്രിയോട്, സർ, കഴിഞ്ഞ കൊല്ലം ത്രിതല പഞ്ചായത്തുകൾക്ക് നിങ്ങൾ സ്പിൽ ഓവറിൽ പണം കൊടുക്കുമെന്ന് പറഞ്ഞു. ഏപ്രിലിൽ പണി എടുത്തിട്ട് സ്പിൽ ഓവറിൽ അവർക്ക് പണം കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കാം, ഉണ്ടാക്കുക. മെയിൻ്റനൻസ് ഗ്രാൻഡ് കാര്യങ്ങൾ ബില്ലുകളൊക്കെ വന്നു. ആ മെയിൻ്റനൻസ് ഗ്രാൻഡ് ബില്ലുകളൊക്കെ പഞ്ചായത്തുകൾ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിറ്റ് ചെയ്ത ബില്ലുകൾക്ക് ഇന്ന് അതിന്റെ സ്പിൽ ഓവറിന്റെ ഗഡു പണം കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്ന് ത്രിതല പഞ്ചായത്തുകളിലൊക്കെ, അത് ഗ്രാമപഞ്ചായത്തിലായാലും ബ്ലോക്ക് പഞ്ചായത്തിലായാലും ജില്ലാ പഞ്ചായത്തിലായാലും ഇന്ന് അതിന്റെ പേയ്മെന്റ് നടക്കുന്നില്ല. നാളെ ത്രിതല പഞ്ചായത്തിൽ 27-ാം തീയതി ആകുമ്പോൾ ജില്ലാ പഞ്ചായത്തുകളൊക്കെ മറ്റ് പഞ്ചായത്തുകളൊക്കെ നാളെ ആ ബില്ല് സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 4ാമത്തെ ഗഡു കൊടുത്തോ? ഇല്ല. ഈ ഗവൺമെന്റ് ഇപ്പൊ അങ്ങ് പറയുന്നുണ്ടല്ലോ പല പദ്ധതികളെ സംബന്ധിച്ചു. സർ, ഞാൻ ചോദിക്കട്ടെ, ഫിനാൻസ് കമ്മീഷന്റെ പ്രവൃത്തി, ഫിനാൻസ് കമ്മീഷന്റെ ഗ്രാന്റ് പണം കൊടുക്കും നിങ്ങൾ പറഞ്ഞിരുന്നു. പദ്ധതി ഉണ്ടാക്കി, ആദ്യം നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഫിനാൻസ് കമ്മീഷന്റെ പഞ്ചായത്തുകൾ പദ്ധതി ഉണ്ടാക്കി പണം സമർപ്പിച്ചു. അസോസിയേഷന്റെ ആളുകൾ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിനെ കണ്ടല്ലോ, അവർ ബില്ല് സമർപ്പിച്ചല്ലോ, അതിന്റെ ഫണ്ടുകൾ കൊടുത്തിട്ടില്ലല്ലോ. അതുപോലെ തന്നെ സർക്കാർ, അതുപോലെ തന്നെ 4ാമത്തെ ഗഡു കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. സർ, ആദ്യം ഒരു ഉത്തരവ് വന്നു, നിങ്ങൾ സ്പിൽ ഓവറിൽ പണം കൊടുക്കൂല എന്ന് പറഞ്ഞു. 2ാമത്തെ ഉത്തരവ് മാറ്റി പണം കൊടുക്കുന്നു പറഞ്ഞു. സർ, കഴിഞ്ഞ കൊല്ലത്തെ പണം ഇക്കൊല്ലം കൊടുക്കാൻ കഴിഞ്ഞില്ല. ഒരൊറ്റ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ഇല്ല. നിങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്കിത് അഡ്വൈസറിന്റെ ഒരൊറ്റ ഉദ്യോഗസ്ഥന്മാരുടെ ഗാലറി ഉണ്ടോ നോക്കണേ. എത്ര കാലം ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ധനകാര്യ വകുപ്പിൽ. നമ്മൾ പറയുമ്പോൾ കാര്യം ഒന്ന് മനസ്സിലാക്കി. അപ്പൊ സർ, ഇങ്ങനെ ആയാല് സാറ് പറയണ്ടല്ലോ ഇതൊരൊക്കെ ചെലവായി, എങ്ങനെ പഞ്ചായത്ത് 100% ചെലവാക്കാം? ആ ജലീലിന് ലീഗർ അങ്ങനെ ചീത്തറ തിരക്കില്ല. ഇതും കൊണ്ട് മര്യാദക്ക് കൊണ്ടെടുക്കാവുന്ന നേരമല്ല അറിയങ്ങള്. അപ്പൊ ഈ ഒരു കാര്യത്തില് പിന്നെ ധനകാര്യ വകുപ്പ് ഇന്നെങ്കിലും ഒരു ഉത്തരവ്, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ 732 പഞ്ചായത്ത് ഭരിക്കണം നിങ്ങളാ, ഞങ്ങളല്ല. 732 പഞ്ചായത്തിന്റെ ഭരണം ഭരിക്കണം നിങ്ങളാ. അപ്പൊ ഇതില് കക്ഷി രാഷ്ട്രീയമല്ല. ശംഷീറേ, ഇത് നിൽക്ക്. ഇത് ഏതായാലും ആ കൊടിയേർക്ക് കിണ്ണ മുട്ടിക്കാലത്തിന്റെ ഉള്ളിൽ വന്നതാ, വേറെ ഒന്നല്ല. എന്താ അപ്പൊ സർ, ഇത് ഈ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത്. സർ, ഇവിടെ ഇങ്ങനെ സർ, ഈ വയൽക്കിളികൾ, ഇവിടെ ബൈപ്പാസ്, നമ്മുടെ ധനകാര്യമന്ത്രി അപ്പുറത്ത് പോയിരുന്ന് ഇവരടുത്തൊക്കെ എന്തുകൊണ്ട് ഈ കുട്ടികളടുത്ത് കണ്ടു. ഞാൻ ഇങ്ങനൊക്കെ എങ്ങനെ കുറച്ചൊരു വിവരമുണ്ട് വിചാരിച്ചിന്. ഞങ്ങളെ എതിർത്തത് ഇങ്ങളെ പാർട്ടിക്കാർ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഇങ്ങളെ പാർട്ടി ഗ്രാമക്കാർ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഞങ്ങളെ വേക്കെടുത്ത് ഞങ്ങൾ കയറി തിരക്കടില്ല. എടവണ്ണിയിലോ പൂക്കോട്ടൂരൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്താം. തളിപ്പറമ്പിൽ പാർട്ടി ഗ്രാമത്തിൽ പോയിട്ട് നിങ്ങൾ ബോധ്യപ്പെടുത്തണം ബൈപ്പാസിന്റെ കാര്യം. ഞങ്ങളല്ലേ ബോധ്യപ്പെടുത്തണ്ടേ? ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളി. നന്ദി ഗ്രാം, ഇവിടെ എവിടെ സിന്ദൂര്, ഇതൊക്കെ നിങ്ങളെ ഭരിച്ച സ്ഥലാ. അവിടെ ഇതേമാതിരി ഉണ്ടായിട്ട് തന്നെയാണ് അവസാനം ഒന്നുമില്ലാതെ പോകുന്നത്. 150-200 സീറ്റ് ഉണ്ടായത് അങ്ങ് ബംഗാളിലേക്ക് നോക്കൂ പറഞ്ഞിന്. എന്തേ പറ്റിയത്? അവിടെ കോൺഗ്രസാ. അവിടെ നിങ്ങൾ ആരായിരുന്നു? ആരെ കൊണ്ട് സംഭവിച്ച്? ഞങ്ങളെ കൊണ്ടാ. അപ്പൊ ഇങ്ങളെ അല്ല, ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടില്ല, വാങ്ങാൻ പറ്റൂല. അവർക്ക് അപ്പൊ അങ്ങനെ ഞാൻ പറയട്ടെ, ഞാൻ എന്റെ ബഹുമാന്യ സുഹൃത്ത് ജെയിംസ് മാത്യു സർ അവിടെ ഇരുന്ന് കാണിങ്ങനെ കൈയടിച്ചു. ഞാൻ ചോദിക്കട്ടെ, CPM-നോട് ചോദിക്കട്ടെ, BJP അധികാരത്തിൽ വന്നിട്ട് നിങ്ങൾ എല്ലാ കാലത്തും കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് ഭരിക്കണമൊക്കെ നിങ്ങൾ കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിട്ടല്ലോ. ഇന്നെന്താ നിങ്ങൾ അണ്ണാക്ക് അവിടെ ഇറങ്ങിപ്പോയോ ഒരു സമരം നടത്താതെ? കോൺഗ്രസ് ഭരിക്കണ കാലത്ത് എന്നും സമരം, കേന്ദ്രവിരുദ്ധ സമരം. നിങ്ങളെവിടെ നടത്തിയ സമരം? നിങ്ങൾ എവിടെ സമരം നടത്തിയിട്ടില്ല. നിങ്ങൾക്ക് അത് കഴിയൂല. പിന്നെ ഇവിടെ ശംഷീർ പറഞ്ഞു ലീഗിന്റെ മീറ്റിംഗ് ഈറ്റിംഗ് ആണ് അല്ലേ? മീറ്റിംഗ്. നിങ്ങളോ? നിങ്ങളെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് കില്ലിംഗ് അബ്സ്കോണ്ടിങ്. എനിക്ക് അറിയോ നിങ്ങളെ മീറ്റിംഗ് അതാ. ബാക്കിയുള്ള തിന്നണല്ലോ, മറ്റേതല്ലോ, അത് ഏർപ്പാടില്ലല്ലോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പൊ പറഞ്ഞു നമ്മളെ ശശിയുടെ പുതിയാപ്പള സ്വന്തം കാണാനല്ലോ. എനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ പാർട്ടി, നിങ്ങളെ സംസ്ഥാന കമ്മിറ്റി, പ്രകാശ് കാരാട്ട് ആരാ? പാലക്കാട്ടാണ്. അയാൾ തൃശ്ശൂർ വന്ന് കണ്ട് സംസ്ഥാന സമ്മേളനത്തിൽ പ്രസംഗിക്കുക ഇംഗ്ലീഷിൽ. അയാൾക്ക് മലയാളോട് പറഞ്ഞാൽ പോലെ. ആ പാവപ്പെട്ട അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നോ പാലക്കാട് MP രാജേഷ്. വലിയ കഥയുണ്ട്. എന്താ പാർട്ടിയുടെ ആരോ ഒരു പിന്നെ നിങ്ങൾ എവിടെയല്ലേ? നിങ്ങളിങ്ങനെ ഞങ്ങളെ പറ്റൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഞങ്ങൾ ഈക്വലാ. ബംഗാളിൽ ഇതൊക്കെ 2 MP-മാർ, മുസ്ലിം ലീഗിന് കേരളത്തിൽ നിന്ന് 2 MP-മാർ. ഇങ്ങക്ക് ആകെ കിട്ടിയത് 3000 വോട്ടിലെ ലീഡ്, ഒരാൾക്ക് കിട്ടിയത് 1500 വോട്ടിലെ ലീഡ്. VK കുഞ്ഞാലിക്കുട്ടിക്ക് 1,76,000. ഇങ്ങക്ക് എവിടെ? അഹമ്മദ് സാഹിബിന് 1,94,000. എവിടെ? പിന്നെ ത്രിപുര
ത്രിപുര എന്താ പറ്റിയത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കയ്യിരിപ്പോട്ടല്ലേ നിങ്ങളത് ഞങ്ങളെ പറയാൻ ഈ കോൺഗ്രസിനെ പറയാം? നിങ്ങളെ ജീവിതകാലം മുഴുവൻ ഏത് ശൈത്താനുമായി കൂട്ടുകൂടും കോൺഗ്രസിനെ തകർക്കാം. അങ്ങനെ കൂടി അവസാനം നിങ്ങൾക്ക് കുട്ടാറൂന്റെ ഗതിയായി. അതാണ് ഉണ്ടായത്. വേറെ എന്താ ഉണ്ടായത്? കുട്ടാറൂന്റെ അതാണ് ഉണ്ടായത്. നിങ്ങൾക്ക് അവിടെ അല്ലത്. നിങ്ങൾക്ക് ആലോചിച്ച് അതൊക്കെ എറണാകുളം ഭാഷയാ. പിന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇങ്ങോട്ട് അവിടെ ആരെ പറ്റിയ EMS നിങ്ങൾ പറയണ്ടല്ലോ. EMS ആർ കൃഷ്ണൻ സുർജിത് അഡ്വാനി വാജ്പേയി ഒക്കെ കൂടിയിട്ടല്ല ഇങ്ങള് എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 7:30 മണിക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കൂടിയിട്ട് ഡിന്നർ ചെയ്ത് കൂടിയിട്ട് ആ മൂക്കറ്റ് തിന്നുകാണ്ടാണ് ഈ കോൺഗ്രസിനെ പരാജയപ്പെടുന്നതാണ് BJP വളർത്തിയത്. ഞങ്ങളല്ല അവിടെ ഈറ്റിക്കാര്. അപ്പൊ അവിടെ മീറ്റിംഗ് ഇല്ലേത് ആരങ്ങള് അവിടെ ഡിന്നർ ചെയ്ത് അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞങ്ങൾ ആരെങ്കിലും കേസുണ്ടോ? എന്റെ ബഹുമാന സ്നേഹിതൻ MK മുനീർ കേരളത്തിന്റെ അവിടെ കേസ് നിങ്ങൾ ഒരു 2-3 മിനിറ്റ് തരണം. നിങ്ങളെ നിങ്ങൾ ഭരണകക്ഷിയിലെ പ്രതിപക്ഷത്തിന്റെ പാർട്ടിയാ. അപ്പൊ ഞങ്ങളെ കൂടെ വെക്കണങ്ങള് ശരി. നമ്മളെന്താ പറയണെന്ന് വെച്ചാല് സർ അതൊക്കെ സാറില്ല, അതൊക്കെ ഉൾക്കൊള്ളാം. ചില തമാശയൊക്കെ പറഞ്ഞാണ്ട് ഉൾക്കൊണ്ടാണ്ടി. സർ ഇതിലേ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിങ്ങനെ പറയണ്ടല്ലോ ഈ വികസനത്തിനൊക്കെ നിങ്ങൾക്ക് എന്താ തുടങ്ങിയത്? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ജയിലിന്റെ സമരത്തിന് എന്തേന്? നിങ്ങൾക്ക് എതിരെ സമരം ചെയ്താൽ ഒക്കെ തീവ്രവാദികൾ. നിങ്ങൾ അധികാരത്തിലുണ്ടാകുമ്പോൾ ഏതൊക്കെ സമരം ഉണ്ടായി? എക്സ്പ്രസ് ഹൈവേ 650 കിലോമീറ്റർ 6 നടക്കട്ടെ 6.5 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരെ സമരം ചെയ്തത്? ഇന്ന് നിങ്ങളെ കൂടെ വന്ന ഞങ്ങളെ കൂടെ ഉണ്ടായ വീരേന്ദ്രകുമാറൊക്കെ അതൊക്കെ അല്ലേ പ്രകൃതിയും പരിസ്ഥിതിയും ഒക്കെ കൂടി പറഞ്ഞ് ഒരു കാള അങ്ങോട്ട് പോകാൻ പറ്റൂല, ഇങ്ങനെ പോകാൻ പറ്റൂല പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയത് അന്ന് ഞങ്ങൾ ഭരിക്കുമ്പോൾ പറ്റൂല, നിങ്ങൾ ഭരിക്കുമ്പോ എല്ലാവരും സേവനം. ഗെയിലിന് മലപ്പുറം ജില്ലയിൽ ഇന്ത്യ പാഠത്തില് ഗെയിലിന് സമരത്തിന് നേതൃത്വം കൊടുത്ത CPM-ന്റെ നേതാവായിരുന്നു. ഇപ്പൊ അധികാരം നിങ്ങൾക്ക് വന്നപ്പോ ആർക്കുമില്ല. ജോർജ് തോമസ് പറയട്ടെ, ഓരോ കാലത്ത് തിരുവമ്പാടിയൊക്കെ എങ്ങനെയായിരുന്നു പറയട്ടെ. ഇല്ല സോറി ഞാൻ നാളെ വായിക്കാം. നാളെ എനിക്ക് പ്രസംഗം ഉണ്ട്, നറുക്കിട്ടിരിക്കും, നാളെ പറയാം. ഇത് സമയമല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് എല്ലാ സമരത്തിനും എല്ലാ വികസനത്തിനും ഞങ്ങൾ വികസനത്തില്ല. ഞങ്ങൾ നാഷണൽ ഹൈവേന്റെ കാര്യം എന്താ പറഞ്ഞത്? നാഷണൽ ഹൈവേന് ബൈപ്പാസ് കൊടുക്കുമ്പോൾ വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ട ആളുകൾക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അവർക്ക് ഇത്ര രൂപ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നത് അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ സ്ഥലം എടുത്തോളിന്നേ പറയുള്ളൂ. സ്ഥലം എടുക്കേണ്ട പറഞ്ഞില്ല. ഈ പോലീസിനെയും പട്ടാളത്തിനെയും ചൈനയിലും മറ്റേ ഇവിടത്തെയൊക്കെ പോളണ്ടിനെയും മാതിരി ഒന്നായിട്ടാണ് കൊണ്ടുപോയിട്ട് കാണിക്കുന്നത്. ഇതൊരു ജനാധിപത്യത്തിന് ആവശ്യമല്ലേ? അവിടെ ആലോചിച്ചൂടെ? നിങ്ങൾ കുറെ ബൈപ്പാസ് പറഞ്ഞു. രാജേഷിന് എവിടുന്നോ ഒരു കണക്കിട്ടിരിക്കുന്നത് നാട്ടിൽ ബൈപ്പാസ് ഉണ്ടാവില്ലേ? നാട്ടിൽ ബൈപ്പാസ് ഉണ്ടാവുന്നത് സത്യം തന്നെയല്ലേ? ആ ബൈപ്പാസ് ഒക്കെ കൂടി നാട് ക്ലോസ് ചെയ്തളി. ലീഗ് വികസനത്തിനൊന്നും എതിരല്ല. സ്വന്തം പാർട്ടിക്കാരെ പാർട്ടി ഗ്രാമത്തില് ചെന്നിട്ട് പാർട്ടി ലോക്കൽ കമ്മിറ്റി ജാനകി അമ്മേനൊക്കെ നിങ്ങളോട് ബോധ്യപ്പെടുത്തിക്കളി. ഓരൊന്നും ഞങ്ങളെ കൊടി പിടിച്ചോലല്ല, ഓരൊക്കെ നിങ്ങളെ കൊടി പിടിച്ചോല. ഓരെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ നിങ്ങളെ ഞങ്ങളോട് പറയേണ്ട കാര്യം. പിന്നെ കോൺഗ്രസിന്റെ ചരിത്രങ്ങൾ കുറെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ നാളെ എനിക്ക് പ്രസംഗം അപ്പൊ ഞങ്ങൾക്ക് പറയാം. നെഹ്റു കുടുംബം പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിലോ പ്രകാശ് കാരാട്ട് മാപ്പിളി പെണ്ണുങ്ങൾ പൊളിച്ചു പോരല്ല ആരെങ്ങള് നിങ്ങൾ ആലോചിച്ചാണ്. പിന്നെ നിങ്ങൾ ഓരെ പറ്റി പറയാന് CPI ആരൊക്കെ ആനി രാജ പിന്നെ മറ്റേ T രാജ ഇതൊക്കെ അല്ലേ? പിന്നെ എല്ലാവർക്കും അവനാന്റെ മക്കളും കുട്ടികളൊക്കെ വേറെ ഉള്ളോട്ട് പൂതി ഉണ്ടാവും. ചിലപ്പോ ഇങ്ങളിതൊക്കെ അങ്ങനെ ആകും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പാഠം പഠിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ പാഠം പഠിക്കണം. കോൺഗ്രസിന് കുറ്റം കുറവുകളൊക്കെ ഉണ്ടെങ്കിലും അതൊരു മതേതര പാർട്ടിയാണ്. എല്ലാവരും ഉൾക്കൊള്ളണം. നിങ്ങൾ ആലോചിക്കുക, ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു 77. ഇന്ദിരാഗാന്ധി തോറ്റു. ആ പരാജയം ഇന്ദിരാഗാന്ധി ഉൾക്കൊണ്ടു. എന്തേ നിങ്ങളാണെങ്കിൽ ഉൾക്കൊള്ളൂ. നിങ്ങൾ ചൈനീസൊക്കെ മാതിരിയാണെങ്കിൽ ഒന്നായിട്ട് ബുൾഡോസറായി കാരണം മാതിരി അത് മനസ്സിലാക്കട്ടെ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട പറയാനുള്ളത് സാർ, ഈ കാര്യത്തിന് നിങ്ങളെ ഈ ഫണ്ട് ചെലവഴിക്കാൻ ഈ ട്രഷറിക്ക് നാളെ മാത്രമൊക്കെ സമയം വെച്ചത് അതിന്റെ നമ്പറാണെന്ന് എനിക്ക് നന്നായി അറിയാം. കാരണം എന്താ വെച്ചാല് പൈസ കൊടുക്കാനില്ല. അപ്പൊ ഈ കാര്യത്തിൽ അങ്ങനെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ തന്നെ